കൊച്ചിയിലേക്കാണ് വീണ്ടും കനത്ത മഴയിൽ അക്ഷരാർത്ഥത്തിൽ കൊച്ചി നഗരം നിശ്ചലമായിരിക്കുകയാണ്. പാലാരിവട്ടം മേൽപ്പാലത്തിലും ദേശീയപാതയിലും ഒക്കെ കിലോമീറ്ററുകൾ നീണ്ട ഗതാഗത കുരുക്കാണ്. അരൂർ ഇടപ്പള്ളി ദേശീയപാതയിലും വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. ആംബുലൻസുകൾ അടക്കം ഈ ഗതാഗത കുരുക്കിൽ കുടുങ്ങി നിൽക്കുന്നു എന്നതാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. പ്രദീപ് ജോസഫ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, ഈ പറഞ്ഞ സ്ഥലങ്ങളെന്ന് പറയുന്നത് കൊച്ചിയുടെ നഗരഹൃദയ ഭാഗങ്ങളാണ്. പ്രധാനപ്പെട്ട എല്ലാ പാതകളിലും ഈ ട്രാഫിക് ബ്ലോക്കാണ്. നഗരത്തിൽ മഴ തുടങ്ങിയത് ഏതാണ്ട് 5 മണിക്ക് ശേഷം ഗതാഗത കുരുക്ക് തുടങ്ങി. 6 മണിയായതോടേക്ക് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി എന്ന് പറയാം. പ്രത്യേകിച്ച് ഓഫീസ് വിട്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം കൂടി ആയതോടെ വാഹനങ്ങളുടെ എണ്ണം കൂടി. മാത്രവുമല്ല മഴയും കൂടി കൂടിയതോടെ അരൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ അടക്കം വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായത്. കളമശ്ശേരി മുതൽ ഏതാണ്ട് അരൂർ വരെയുള്ള ഭാഗത്ത് വാഹനങ്ങൾ കിലോമീറ്ററുകളോളം കെട്ടിക്കിടക്കുകയായിരുന്നു. പാലാരിവട്ടത്ത് 100 മീറ്റർ വാഹനം നീങ്ങാൻ ഏതാണ്ട് 1.5 മണിക്കൂറോളം എടുത്തു. നിരവധി സ്വകാര്യ ബസ്സുകളുടെയും KSRTC ബസ്സുകളുടെയും സർവീസുകൾ മുടങ്ങി. പ്രത്യേകിച്ച് മൂവാറ്റുപുഴ, തൊടുപുഴ കൂടാതെ തൃശൂർ ഭാഗത്തേക്കും ഗുരുവായൂർ, കോഴിക്കോട് ഭാഗത്തേക്കും ഒക്കെ പോകേണ്ട വാഹനങ്ങൾ, കൂടാതെ ആലപ്പുഴ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ, ഇവയെല്ലാം കുരുങ്ങിപ്പോകുന്ന അവസ്ഥയായിരുന്നു. പാലാരിവട്ടം മേൽപ്പാലത്തിൽ അടക്കം വാഹന ഗതാഗതം ഒരുപാട് നേരത്തേക്ക് നിലച്ചു. ഇന്നലെയും കനത്ത മഴ പെയ്തപ്പോൾ എറണാകുളം നഗരത്തിൽ വാഹന ഗതാഗതം താറുമാറായിരുന്നു. നഗരത്തിലെ ഇടറോഡുകൾ എല്ലാം ഇന്നും വാഹന പെരുപ്പത്തിൽ അല്ലെങ്കിൽ തിക്കിലും തിരക്കിലും വലയുന്ന കാഴ്ചയാണ് കാണാനായത്. നിരവധി പേർ ഒടുവിൽ മടുത്ത് ബസ്സുകളിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് കാണാമായിരുന്നു. കാരണം ഗതാഗതം നിയന്ത്രിക്കുന്നതിന് വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആംബുലൻസുകളും മറ്റും വന്നപ്പോൾ അവയ്ക്കും ഏറെ നേരം കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് അല്പാൽപമായി ഓരോ വാഹനങ്ങളും മാറ്റി ആംബുലൻസുകളെ ഏതെങ്കിലും തരത്തിൽ കടത്തിവിടുകയായിരുന്നു. ഇടയ്ക്കിടെ മഴ നല്ലവണ്ണം കൂടിപ്പോയതും ഈ ഗതാഗത കുരുക്കിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. പ്രത്യേകിച്ച് മുൻപ് പറഞ്ഞതുപോലെ ഓഫീസ് സമയം കഴിഞ്ഞും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങുന്ന സമയമായതുകൊണ്ടാണ് വലിയ ബ്ലോക്ക് അനുഭവപ്പെട്ടത്. നിലവിലും ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്, ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും 6 മണി 7 മണി സമയത്ത് അനുഭവപ്പെട്ടതിനേക്കാൾ നേരിയ ആശ്വാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗതാഗത കുരുക്ക് നേരെയാകണമെങ്കിൽ ഇനിയും മണിക്കൂറുകൾ കൂടി കിടക്കും. പലയിടത്തും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടപ്പള്ളി ടോൾ മേഖലയിലൊക്കെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇതും ഗതാഗത കുരുക്ക് വർദ്ധിക്കാൻ ഏറെ കാരണമായിട്ടുണ്ട്. ശരി പ്രദീപ്, കൊച്ചിയിലെ കാര്യമാണ് പറയുന്നത്. അപ്പം യാത്രക്കാരുടെ പ്രേക്ഷകരോടാണ് കൊച്ചി നഗരത്തിലൂടെ പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കുന്നവർ ഇതാ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അത്രയും നീണ്ട ക്യൂ ആണ്. ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. ഈ മഴ നിന്നിട്ടില്ല. വൈകിട്ട് 3 മണിക്ക് തുടങ്ങിയ മഴയാണ്. ഇടയ്ക്ക് അതിൻ്റെ തീവ്രത കുറയുമെന്നല്ലാതെ മഴ പൂർണ്ണമായും നിന്നൊരു സമയമില്ല കൊച്ചിയിൽ. അപ്പം ഇതാണ് കൊച്ചിയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്.